welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാക്സീഡ് ജെൽ എങ്ങനെ നമുക്ക് ഡെയിലി ഫേസിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. ഈ ഫ്ലാക്സീഡ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളൊരു സംഭവമാണ്. നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ ഹെയറിനാണെങ്കിലും നമ്മുടെ ഹെൽത്തിനാണെങ്കിലും ഒക്കെ ഒരുപാട് നല്ലതാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഫ്ലാക്സീഡ് ജെൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതും അത് എങ്ങനെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഒട്ടും തന്നെ ലേറ്റ് ആക്കാണ്ട് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ജെല്ല് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2.5 സ്പൂൺ ഫ്ലാക്സ് സീഡ്സും 1.25 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നമുക്ക് പക്ക ജെൽ കൺസിസ്റ്റൻസി അല്ല വേണ്ടത്, അത്യാവശ്യം ഒരു റണ്ണിങ് ജെൽ കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട്. ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ നമുക്കിത് അരിച്ചെടുക്കാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വഴിക്ക് നിങ്ങൾക്ക് ഭയങ്കര തിക്കായിട്ടാണ് ജെല്ല് കിട്ടിയെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ്സോ അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു റണ്ണിങ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇപ്പോൾ ഇവിടെ ജെല്ല് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി ഇത് ചൂടോടെ തന്നെ ഞാൻ അരിപ്പയിലിട്ട് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ചൂടോടെ അരിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് അരിച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് ഇരിക്കും തോറും തിക്കാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചൂടോടെ തന്നെ അരിപ്പയിലിട്ട് അരിച്ചെടുക്കുമ്പോൾ പ്ലാസ്റ്റിക് അരിപ്പയിൽ അരിക്കാനായിട്ട് പാടില്ല കേട്ടോ. ആ അരിപ്പ സ്റ്റീലിൻ്റെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇത്രയും ഫ്ലാക്സീഡ് ജെല്ലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തണുപ്പല്ല ചൂട് മാറാനായിട്ട് കുറച്ചേരം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുപ്പ് കംപ്ലീറ്റ് പോയതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്യണേ. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാനൊരു ഗ്ലാസ് ജാറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ജെല്ല് കേടുകൂടാണ്ട് ഒരാഴ്ചയോളം നമുക്ക് ഇരിക്കും കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യണം, വെളിയിൽ വെച്ചിട്ട് യൂസ് ചെയ്യരുത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ജാറിലേക്ക് ജെല്ല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു 2 അല്ലെങ്കിൽ ഒരു 3 സ്പൂൺ ജെല്ല് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അതിപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യുകയാണ്. നമുക്ക് എപ്പോഴൊക്കെയാണോ ജെല്ല് യൂസ് ചെയ്യേണ്ടത് ആ സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, ഒരു 2-3 സ്പൂൺ ജെല്ല് എടുക്കുക. എന്നിട്ട് ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. മീൻസ് ഒന്നിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് പതഞ്ഞ് കിട്ടും. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ എളുപ്പമായിരിക്കും. ഇപ്പോൾ സ്പൂണിനേക്കാളും കുറച്ചും കൂടി നല്ലത് ചെറിയ മിക്സിയുടെ ജാറിൽ അതിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് നല്ല പതഞ്ഞ് കിട്ടും. അതാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇതിപ്പോൾ എനിക്ക് മിക്സിയിൽ നിന്ന് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യുവാണ്. ഞാനിതിപ്പോൾ ബ്രഷ് വെച്ചിട്ട് തന്നെ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ, അത് മറക്കരുത്. പിന്നെ മസ്റ്റായിട്ട് നമ്മൾ പിരികത്തിനകത്ത് ഇത് അപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ. നമ്മുടെ പിരികം വളരാനായിട്ട് ഭയങ്കര നല്ലതാണ് ഫ്ലാക്സ് സീഡ്സ്. അപ്പോൾ പിരികത്തിലും കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ സ്കിന്നകത്തോട്ട് അബ്സർവ് ആവാൻ വേണ്ടിയിട്ട് ഒരു 5-6 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫേസിൽ വെക്കാം കേട്ടോ. ഒരുപാട് നേരം വെക്കരുത്, ജസ്റ്റ് ഒന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നാൽ മതി. മാക്സിമം 6 മിനിറ്റ്, അതിൽ കൂടുതൽ പോകണ്ട കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് അബ്സോർവ് ആയിട്ടുണ്ട്. എന്നാൽ ഫേസിൽ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ട്, ഒട്ടും തന്നെ ഡ്രൈ ആയിട്ടില്ല. ഇനി നമുക്കിത് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വാഷ് ചെയ്യുന്നില്ല, ജസ്റ്റ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. നല്ല റിസൾട്ടാണ് കേട്ടോ. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും നമ്മുടെ ജെല്ല് ഡ്രൈ ആവുന്നത് വരെ വെച്ചുകൊണ്ടിരിക്കരുത്. ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ചിരുന്നാൽ മതി, എന്നിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് രാവിലെയും രാത്രിയിലും ചെയ്യാവുന്നതാണ്, ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലാക്സീഡ് ജെല്ല് നമ്മൾ ഡെയിലി ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ 5-6 മിനിറ്റ് മാത്രം ഫേസിൽ വെക്കുക. അതിനുശേഷം വാഷ് ചെയ്യാവുന്നതാണ്. ഒട്ടും തന്നെ ഫേസിൽ അങ്ങനെ ഭയങ്കരമായിട്ടൊന്ന് ഡ്രൈ ആവാനായിട്ടോ അങ്ങനെയൊന്നും പാടില്ല. ആ ഒരു ഈർപ്പം തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാവണം. അങ്ങനെ തന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. അതല്ല ഇപ്പം ആഴ്ചയിൽ 1-2 തവണയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 15-20 മിനിറ്റ്സ് നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വെക്കാവുന്നതാണ്. അതല്ല ഡെയിലി ആണെങ്കിൽ ഒരു 5-6 മിനിറ്റ്സ് മാത്രം ഫേസിൽ വെക്കുക, എന്നിട്ട് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഡെയിലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര നല്ലതാണ്. നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോ ആവും, നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആവും. പിന്നെ ഈ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ഒരാഴ്ച നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ റിസൾട്ടാണ്, നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നുള്ളത് താഴെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ ഇത് സ്റ്റോർ ചെയ്യേണ്ടത് ഫ്രിഡ്ജിലാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യണം. വെളിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചീത്തയാവും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യുക. ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന അത്രയും മാത്രം ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. ഒരുപാട് ഉണ്ടാക്കി വെറുതെ ചീത്തയാക്കി കളയേണ്ട. മാക്സിമം ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇതുപോലെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക്
നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.